Hi everyone. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിക് അയൺ ആണ്. നമ്മൾ ഡൊമസ്റ്റിക് അപ്ലയൻസസിനകത്ത് വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന ഡ്രസ്സ് അയൺ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് അയൺ. അപ്പോൾ ഇലക്ട്രിക് അയണിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഏതാണ്, അതിൻ്റെ വർക്കിങ്ങും പാർട്സൊക്കെ എങ്ങനെയാണ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ ജനറലായിട്ട് ഇലക്ട്രിക് അയൺ. ഇലക്ട്രിക് അയൺ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ഹീറ്റിംഗ് ഡിവൈസ് ഇൻ വിച്ച് ദ ഹീറ്റ് ഈസ് കോൺസെൻട്രേറ്റഡ് ഓൺ എ സ്മൂത്ത് ഫ്ലാറ്റ് ബോട്ടം സർഫസ് വിച്ച് ഈസ് അപ്ലൈഡ് ടു ദ ഫാബ്രിക്സ് ടു ബി അയൺഡ്. അപ്പോൾ ഇലക്ട്രിക് അയൺ എന്ന് പറയുന്ന സമയത്തേക്ക് അതൊരു ഹീറ്റിംഗ് ഡിവൈസാണ്, ചൂട് തരുന്ന ഒരു ഡിവൈസാണ്. ഇൻ വിച്ച് ദ ഹീറ്റ് ഈസ് കോൺസെൻട്രേറ്റഡ് ഓൺ ദ സ്മൂത്ത് ഫ്ലാറ്റ് ബോട്ടം സർഫസ്. അതിലെവിടെയാണ് ഹീറ്റ് കോൺസെൻട്രേറ്റഡ് ആയി കിടക്കുന്നത്? ഏറ്റവും അവിടെ ഹീറ്റ് നമുക്ക് അനുഭവപ്പെടുന്ന സ്ഥലം ഏതാണ്? അതിൻ്റെ സ്മൂത്ത് ആയിട്ടുള്ള ഫ്ലാറ്റ് ആയിട്ടുള്ള ബോട്ടം സർഫസിലാണ് ഹീറ്റ് കോൺസെൻട്രേറ്റ് ചെയ്ത് കിടക്കുന്നത്. ആ പോർഷനാണ് നമ്മൾ അയൺ ചെയ്യേണ്ട ഫാബ്രിക്കിൻ്റെ മേലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ടൈപ്പ് ഓഫ് ഇലക്ട്രിക് അയൺസ് ഏതൊക്കെയാണ്? ജനറലി 3 ടൈപ്പാണ് വരുന്നത്. ഒന്ന് നോൺ ഓട്ടോമാറ്റിക് ഇലക്ട്രിക് അയൺ, ഓട്ടോമാറ്റിക് ഇലക്ട്രിക് അയൺ, അതുപോലെ സ്റ്റീം അയൺ. അതിലേറ്റവും കൂടുതലായിട്ട് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് ഏതാണ്? ഓട്ടോമാറ്റിക് അയണാണ് ഇപ്പോൾ റാപ്പിഡ്ലി നോൺ ഓട്ടോമാറ്റിക് അയണിനെ റീപ്ലേസ് ചെയ്ത് വരുന്നത്. ഇത് നോൺ ഓട്ടോമാറ്റിക് ഇലക്ട്രിക് അയൺ. ഫസ്റ്റ് നമുക്ക് നോൺ ഓട്ടോമാറ്റിക് ഇലക്ട്രിക് അയൺ ഏതാണെന്ന് നോക്കാം. റൈറ്റ് സൈഡിൽ ഇലക്ട്രിക് അയണിൻ്റെ പാർട്സ് നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ദ പവർ കോഡ് ഫസ്റ്റ് വൺ ആണ് പവർ കോഡ് എന്ന് പറയുന്നത്. ഡെലിവേഴ്സ് ദ പവർ ഫ്രം ദി ഹൗസ് ഇലക്ട്രിക്കൽ സർക്യൂട്ട് ടു ദ അയൺ. നമ്മൾ കൊടുക്കുന്ന സപ്ലൈയിൽ നിന്നും അയൺ ബോക്സിലേക്ക് കറണ്ടിനെ സപ്ലൈ അല്ലെങ്കിൽ പവറിനെ ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട്, പവർ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ് എന്ത്? പവർ കോഡ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ നമ്മൾ അതിൻ്റെ വയറാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ കോഡ് സ്ലീവ് എന്ന് പറയുന്നത് രണ്ടാമത്തേത്. നമ്മൾ ആ ഫിക്സ് ചെയ്യുന്ന ഹാൻഡിലേക്ക് കോഡ് കണക്ട് ചെയ്യുന്ന ഭാഗത്തുള്ള ഒരു മെറ്റീരിയലാണ് കോഡ് സ്ലീവ് എന്ന് പറയുന്നത്. ഇറ്റ് റെഡ്യൂസസ് ദ ഫ്ലെക്സിങ് ഓഫ് ദ ഇലക്ട്രിക്കൽ വയേഴ്സ് ആസ് ദേ എൻറ്റർ ദി ഹാൻഡിൽ. അപ്പോൾ ഹാൻഡിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് വയറുകളുടെ ഫ്ലെക്സിങ് വയറുകൾ ഒടിയെ മടങ്ങുകയൊക്കെ ചെയ്യുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കോഡ് സ്ലീവുകൾ ഉപയോഗിക്കുന്നത്. ദ കോഡ് ആൻഡ് കോഡ് സ്ലീവ് ആൻഡ് പ്ലഗ് കോസ് മോസ്റ്റ് അയൺ ട്രബിൾസ് ദാൻ എനി അതർ പാർട്ട് ഓഫ് ദി അയൺ. അപ്പോൾ അയൺ ബോക്സ് നമ്മളിപ്പോൾ എല്ലാവർക്കും അറിയാം, നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന അയൺ ബോക്സിൽ ഏറ്റവും കൂടുതൽ കംപ്ലൈൻറ്റ് വരാറുള്ളത് ഏത് ഭാഗത്താണ്? ആ കോഡിൽ, പിന്നെ ആ കോഡിൻ്റെ സ്ലീവ് പൊട്ടി പോവാറുണ്ട്. ദെൻ പ്ലഗ്, ആ പ്ലഗിലും ഇങ്ങനെ 3 സ്ഥലങ്ങളിലാണ് കുത്തുന്ന പ്ലഗ്. ഈ 3 സ്ഥലങ്ങളിലാണ് സാധാരണ ട്രബിൾ കൂടുതലായിട്ടും വരാറുള്ളത്. ഇത് നെക്സ്റ്റ് പോർഷൻ വരുന്നത് കവറാണ്. 4ാമത്തേതാണ് ടോപ്പ് കവർ. സെർവ്സ് ദ മെയിൻലി എ ഡെക്കറേറ്റീവ് പർപ്പസ് ടു ഹൈഡ് ദ അൺസൈറ്റ്ലി പാർട്സ് ബിലോ ആൻഡ് ടു കീപ്പ് വൺസ് ഹാൻഡ്സ് എവേ ഫ്രം ദ ഇലക്ട്രിക്കൽ ടെർമിനൽസ്. മെയിനായിട്ടും ആ കവറിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഡെക്കറേറ്റീവ് പർപ്പസാണ്. ഉള്ളിലുള്ള നമുക്ക് കാണാൻ അത്ര ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങൾ, വയറുകളും ബാക്കി സംഭവങ്ങളൊക്കെ, സർക്യൂട്ടുകൾ, അതൊക്കെ നമുക്ക് കാണാതെ ഒഴിവാക്കാനും, അതുപോലെ ഇലക്ട്രിക്കൽ ടെർമിനൽസും ലൈവായിട്ടുള്ള കണക്ഷൻസൊക്കെ നമ്മുടെ കൈ തട്ടാതിരിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ഡെക്കറേറ്റീവ് പർപ്പസിനും കൂടി വേണ്ടിയിട്ട് ഹൈഡ് ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പോർഷനാണ് ഇതിൻ്റെ കവർ എന്ന് പറയുന്നത്. ഹീറ്റ് പുറത്തേക്ക് എടുക്കാതിരിക്കാനും ഈ കവർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇത് നെക്സ്റ്റ് വൺ വരുന്നത് പ്രഷർ പ്ലേറ്റ് ആണ്. ടോപ്പ് കവറിൻ്റെ താഴെയായിട്ട് 5ാമത്തേത് കൊടുത്തിട്ടുള്ളതാണ് പ്രഷർ പ്ലേറ്റ്. പ്രഷർ പ്ലേറ്റ് ക്ലാംസ് ദ ഹീറ്റിംഗ് എലമെൻറ്റ്. 7ാമത്തെ കൊടുത്തിട്ടുള്ളതാണ് അതിൻ്റെ ഹീറ്റിംഗ് എലമെൻറ്റ്. ഹീറ്റിംഗ് എലമെൻറ്റിനെ സോൾ പ്ലേറ്റിലേക്ക്, ഏറ്റവും താഴെയുള്ളതാണ് സോൾ പ്ലേറ്റിലേക്ക് ക്ലാമ്പ് ചെയ്ത് വെക്കാനായിട്ട് സഹായിക്കുന്നത് പ്രഷർ പ്ലേറ്റ് ആണ്. വിത്ത് ആൻ ഇലക്ട്രിക്കൽ ഇൻസുലേറ്റർ ഇൻ ബിറ്റ്വീൻ ദം. അതിൻ്റെ ഇടയ്ക്കായിട്ട് എന്തുണ്ടാവും? ഒരു ഇലക്ട്രിക്കൽ ഇൻസുലേറ്റർ കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. സാധാരണ മൈക്ക ഇൻസുലേഷനാണ് അവിടെ ഹീറ്റിംഗ് എലമെൻറ്റിൻ്റെ കൂടെ ആയിട്ട് ഉപയോഗിക്കാറുള്ളത്. ഇൻസുലേഷന് വേണ്ടിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് യൂസ് ചെയ്യുന്നത് മൈക്ക ഇൻസുലേറ്ററാണ്. പിന്നെ ആസ്ബറ്റോസ് ഷീറ്റ് 6ാമതായിട്ട് കൊടുത്തിട്ടുള്ളത് ആസ്ബറ്റോസ് ഷീറ്റാണ്. പ്രഷർ പ്ലേറ്റിന് താഴെയായിട്ട് ആസ്ബറ്റോസ് ഷീറ്റ് കൊടുത്തിട്ടുണ്ട്. ഇറ്റ്സ് പ്ലേസ്ഡ് ഇൻ ബിറ്റ്വീൻ ദ പ്രഷർ പ്ലേറ്റ് ആൻഡ് ദ ഹീറ്റിംഗ് എലമെൻറ്റ്. ഇറ്റ് പ്രൊവൈഡ്സ് ദ ഹീറ്റ് ഇൻസുലേഷൻ ആൻഡ് റെഡ്യൂസസ് ദ ഹീറ്റ് ബീയിങ് ട്രാൻസ്ഫേർഡ് അപ്വേർഡ്ലി ടുവേർഡ്സ് ദ കവർ ആൻഡ് ദ ഹാൻഡിൽ. പ്രഷർ പ്ലേറ്റിൻ്റെയും ഹീറ്റിംഗ് എലമെൻറ്റിൻ്റെയും ഇടയ്ക്ക് ഒരു ഹീറ്റ് ഇൻസുലേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ആസ്ബറ്റോസ് ഷീറ്റ്. അത് ചൂട് പുറത്തേക്ക് കവറിൻ്റെ മേലേക്കും പിന്നെ ഹാൻഡിലേക്കും ചൂട് ട്രാൻസ്ഫർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആസ്ബറ്റോസ് ഷീറ്റ് യൂസ് ചെയ്യുന്നത്. ദെൻ 10ാമത്തേതാണ് ഹീൽ പ്ലേറ്റ്. നമ്മൾ ആ ഒരു അയൺ ബോക്സ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല, സപ്ലൈ കൊടുക്കാത്ത സമയത്തേക്ക് നമ്മൾ അയൺ ബോക്സിനെ കുത്തി വെക്കാനായിട്ട്, ചൂടില്ലാതെ അതിനെ ഇങ്ങനെ ഇറക്റ്റ് ചെയ്ത് വെക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പോർഷനാണ് ഹീൽ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ. ഫ്ലാറ്റ് ബോട്ടം സർഫസ് ഈസ് കോൾഡ് ആസ് ദ സോൾ പ്ലേറ്റ്.
ഇത് ലാസ്റ്റ് വരുന്നത് ഏറ്റവും താഴെ വരുന്ന ഫ്ലാറ്റ് ആയിട്ടുള്ള ബോട്ടം സർഫസ് ആണ്. അതിനെയാണ് സോൾ പ്ലേറ്റ് എന്ന് പറയുന്നത്. സോൾ പ്ലേറ്റ് ഈസ് ഹീറ്റഡ് ബൈ എൻ എലമെൻറ്റ് മെയ്ഡ് ഓഫ് റെസിസ്റ്റൻസ് വയർ ഓർ റിബൺ, നിക്രോമിൻ്റെ റിബൺ ആയിരിക്കും, പ്ലേസ്ഡ് ഇൻ ഓർ ഓൺ ദ സോൾ പ്ലേറ്റ്. അപ്പോൾ സോൾ പ്ലേറ്റിൻ്റെ ഉള്ളിലായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ മേലെയായിട്ടോ ഹീറ്റിംഗ് എലമെൻറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടാകും. റെസിസ്റ്റൻസ് വയർ ആയിരിക്കാം അല്ലെങ്കിൽ നിക്രോമിൻ്റെ റിബൺ ആയിരിക്കും ഉപയോഗിക്കുന്നത്. ദസ് ദ അയൺ കൺവേർട്സ് ദ ഇലക്ട്രിസിറ്റി ഇൻ ടു ഹീറ്റ് അറ്റ് ദ സോൾ പ്ലേറ്റ്. അപ്പം ഹീറ്റിൻ്റെ കൺവേർഷൻ എവിടെയാണ് നടക്കുന്നത്? ഈ റെസിസ്റ്റൻസ് വയർ അല്ലെങ്കിൽ റിബൺ ഹീറ്റായിട്ട് അവിടെ ഇലക്ട്രിസിറ്റീനെ ഹീറ്റായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോൾ പ്ലേറ്റിലാണ് ഇലക്ട്രിസിറ്റി ഓംസ് ലോ പ്രകാരം കറണ്ട് പാസ് ചെയ്യുന്ന സമയത്തേക്ക് അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സോൾ പ്ലേറ്റിലാണ് ഈ ഹീറ്റ് കൺവേർഷൻ നടക്കുന്നത്. വേർ ഇറ്റ് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ടു അയൺ ദ ക്ലോത്ത്. അവിടെയാണ് നമുക്ക് ക്ലോത്തിനെ അയൺ ചെയ്യാനായിട്ടുള്ള ചൂട് പ്രൊഡ്യൂസ് ചെയ്യണത്. ഓൺലി ട്രബിൾസ് പോസിബിൾ ഇൻ ദി സർക്യൂട്ട് ആർ ഷോർട്ട് സർക്യൂട്ട് ആൻഡ് ഓപ്പൺ സർക്യൂട്ട്. സാധാരണഗതിയിൽ ഈ സർക്യൂട്ടിൽ വരാറുള്ള ഡാമേജസ് അല്ലെങ്കിൽ ഫോൾട്ടുകൾ എന്ന് പറയുമ്പം ഷോർട്ട് സർക്യൂട്ടും അതുപോലെ ഓപ്പൺ സർക്യൂട്ടുകളുമാണ്. There are 6 basic steps you should follow to effect an efficient prompt repair. പ്രോപ്പറായിട്ട് നമുക്കിതിനെ റിപ്പയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ മെയിനായിട്ടും 6 സ്റ്റെപ്സാണ് ഫോളോ ചെയ്യേണ്ടത്. ഒന്ന്, കണ്ടക്ട് വിഷ്വൽ എക്സാമിനേഷൻ. ആദ്യമേ നമ്മൾ കാണുന്ന പാടെ അതിനൊരു വിഷ്വൽ എക്സാമിനേഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യാം. ദെൻ ലിസൺ ടു ദ കസ്റ്റമേഴ്സ് കംപ്ലയിൻറ്റ്. കസ്റ്റമറുടെ കംപ്ലയിൻറ്റിനേക്ക് നമ്മൾ ശ്രദ്ധിക്കുക. ദെൻ കണ്ടക്ട് പ്രിലിമിനറി ടെസ്റ്റ്. ആദ്യമേ നമുക്ക് അത്യാവശ്യമായിട്ട് പ്രോപ്പറായിട്ട് വരാൻ ചാൻസ് ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാനായിട്ട് ഒരു പ്രിലിമിനറി ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുക. ദെൻ റിപ്പയർ ദ അയൺ. അതനുസരിച്ച് നമ്മൾ അയൺ ബോക്സിനെ റിപ്പയർ ചെയ്യുക. ഫൈനൽ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുക. ഡെലിവറിക്കായിട്ട് അതിനെ പ്രിപ്പയർ ചെയ്യുക. ഇങ്ങനെ മെയിനായിട്ടും 6 സ്റ്റെപ്പാണ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള റിപ്പയറിങ്ങിനകത്ത് വരുന്നത്. ദെൻ പോസിബിൾ ആയിട്ടുള്ള ഫോൾട്ടുകൾ വരാൻ ചാൻസ് ഉള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഡിസ്കണക്ഷൻ ഓഫ് ദ എലമെൻറ്റ് സ്ട്രിപ്സ് ഫ്രം ദ ടെർമിനൽസ്. ടെർമിനൽസിൽ നിന്ന് എലമെൻറ്റ് സ്ട്രിപ്സ് ഡിസ്കണക്റ്റ് ആയിട്ട് പോവുക. പിന്നെ ഒന്ന്, എലമെൻറ്റിൽ ബ്രേക്കേജ് വരിക. ദെൻ ബ്രേക്കേജ് ഇൻ ദ കോഡ്, ഡിസ്കണക്ഷൻ ഓഫ് വയർ ഇൻ ദ പ്ലഗ് ടോപ്പ് ഓർ കണക്ഷൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ പ്ലഗ് ടോപ്പിലൊക്കെ വയർ ഡിസ്കണക്റ്റ് ആയിട്ട് പോവുക, അല്ലെങ്കിൽ കോഡിൽ എന്തെങ്കിലും ബ്രേക്കേജ് വരിക, കോഡ് പൊട്ടിപ്പോവുകയൊക്കെ ചെയ്യുന്ന സമയത്തേക്ക് ഇത് ഫോൾട്ട് വരാറുണ്ട്. ദെൻ സ്ട്രിപ്പ് അറ്റ് ദ ടെർമിനൽസ് മേ ടച്ച് ടുഗെദർ വിച്ച് മേ കോസ് എ ഷോർട്ട് സർക്യൂട്ട്. ടെർമിനൽസിൽ വരുന്ന സ്ട്രിപ്പുകൾ 2 കൂട്ടി ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഷോർട്ട് സർക്യൂട്ട് വരാറുണ്ട്. എനി പാർട്ട് ഓഫ് ദ എലമെൻറ്റ് ഓർ സ്ട്രിപ്പ് അറ്റ് ദ ടെർമിനൽസ് മേ ടച്ച് ദ മെറ്റൽ ബോഡി ഓഫ് ദ അയൺ. മെറ്റൽ അല്ലെങ്കിൽ എലമെൻ്റ് അല്ലെങ്കിൽ സ്ട്രിപ്പിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം, ടെർമിനലിലുള്ള ഏതെങ്കിലും ഒരു ഭാഗം നമ്മുടെ മെറ്റൽ ബോഡിയുമായിട്ട് ടച്ച് വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? എർത്ത് ഫോൾട്ട് വരാറുണ്ട്. ദെൻ പോർസലൈൻ ക്ലീറ്റ്സ് മേ ബി ബ്രോക്കൺ. അതിലുപയോഗിക്കുന്ന പോർസലൈൻ്റെ ക്ലീറ്റുകൾ ബ്രോക്കായി പോയി കഴിഞ്ഞാൽ. ദെൻ മൈക്ക ആൻഡ് ആസ്ബറ്റോസ് ഷീറ്റ് ഡാമേജ്ഡ്. മൈക്കയും ആസ്ബറ്റോസ് ഷീറ്റും, അതിന് ഇൻസുലേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മൈക്ക ഷീറ്റും ആസ്ബറ്റോസ് ഷീറ്റും ഡാമേജ്ഡ് ആവുക. ഇങ്ങനെ ഇത്രയുമാണ് അവിടെ പോസിബിൾ ആയിട്ടുള്ള ഫോൾട്ടുകൾ വരാറുള്ളത്. ഇനി റിപ്പയർ ചെയ്യുക. ഓരോ ടൈപ്പ് ഫോൾട്ട് വന്നാലും എങ്ങനെയാണ് റിപ്പയർ ചെയ്യണമെന്ന് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് ഓപ്പൺ സർക്യൂട്ട് ഫോൾട്ടാണ്. കണക്ട് ദ ബ്രോക്കൺ എലമെൻറ്റ് ഓർ ഡിസ്കണക്റ്റഡ് സ്ട്രിപ്പ്. ഏതെങ്കിലും സ്ട്രിപ്പ് ഡിസ്കണക്റ്റ് ആയിട്ട് പോവുക അല്ലെങ്കിൽ ഏതെങ്കിലും എലമെൻറ്റ് ബ്രേക്ക് ആവുക ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അതിനെ കണക്ട് ചെയ്ത് കൊടുക്കുക. കണക്ട് ദ വയർ എൻഡ് ഇൻ ദ പ്ലഗ് ടോപ്പ് ഓർ കണക്ടർ. വയർ എൻഡിന് പ്ലഗ് ടോപ്പിലേക്കോ അല്ലെങ്കിൽ കണക്ടറിലേക്കോ വയർ എൻഡ് വിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിനെ കണക്ട് ചെയ്ത് കൊടുക്കുക. ഇഫ് ദർ ഇസ് എ ബ്രേക്കേജ് ഇൻ ദ കോഡിനകത്ത് എന്തെങ്കിലും ബ്രേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കണക്ട് ഇറ്റ് ആൻഡ് കണക്ട് ദ ബ്രോക്കൺ വയേഴ്സ് ഇഫ് പോസിബിൾ, അതർവൈസ് റീപ്ലേസ് ദ കോഡ്. കണക്ട് ചെയ്യാൻ പറ്റുന്ന വയറുകളാണെങ്കിൽ അതിനെ തിരിച്ച് നമ്മൾ റീകണക്ട് ചെയ്യുക അല്ലെങ്കിൽ കോഡ് റീപ്ലേസ് ചെയ്യുക. ഷോർട്ട് സർക്യൂട്ട് ഫോൾട്ടുകളാണ് വരുന്നതെങ്കിൽ ഇഫ് ദ സ്ട്രിപ്സ് ഓഫ് ദ എലമെൻറ്റ്സ് വയേഴ്സ് ദ പ്ലഗ് ടോപ്പ് ഓർ കണക്ടർ ആർ ടച്ചിങ് ടുഗെദർ. നമ്മൾ പറഞ്ഞു ടെർമിനൽസിൻ്റെ ഭാഗത്തേക്ക് കണക്ടറിൻ്റെ ഭാഗത്തേക്ക് പ്ലഗ് ടോപ്പിലൊക്കെ വയറിൻ്റെ സ്ട്രിപ്പുകൾ ഏതെങ്കിലും തമ്മിൽ മുട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ സെപ്പറേറ്റ് ചെയ്യുക, എന്നിട്ട് അതിനെ ഇൻസുലേറ്റ് ചെയ്ത് കൊടുക്കുക. ഇഫ് ദ കോഡ് ഈസ് ടു ഓൾഡ്, ഒരുപാട് പഴയ കോഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, കറണ്ട് ലീക്കേജ് വരാനുള്ള സാധ്യതയുണ്ട്, കാരണം അതിൻ്റെ ഇൻസുലേഷനൊക്കെ പോകും. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ കോഡ് നമ്മൾ റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. ദെൻ എർത്ത് ഫോൾട്ട് ആണെങ്കിൽ ഇഫ് എനി പാർട്ട് ഓഫ് ദ എലമെൻറ്റ് ഓർ സ്ട്രിപ്പ് ഓഫ് ദ എർത്ത് ആർ ടച്ചിങ് ദ മെറ്റൽ പാർട്ട് ഓഫ് ദ ബോഡി. ഏതെങ്കിലും ഭാഗം അതിൻ്റെ എലമെൻറ്റിൻ്റെ സ്ട്രിപ്പിൻ്റെ ഏതെങ്കിലും ഭാഗം ഇൻസുലേഷൻ പോയിട്ട് മെറ്റൽ പാർട്ടുമായിട്ട് കോൺടാക്റ്റ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തിന് മെറ്റൽ ബോഡിയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തിട്ട് അതിനെ പ്രോപ്പറായിട്ട് ഇൻസുലേറ്റ് ചെയ്യാം. ദെൻ ലീക്കേജ് ഫോൾട്ടാണ്. ഇഫ് ദ ഇൻസുലേഷൻ ഹാസ് ബിക്കം വീക്ക്, അതിൻ്റെ ഇൻസുലേഷൻ പ്രോപ്പർ അല്ല, വീക്കാണ് എന്നുണ്ടെങ്കിൽ കറണ്ട് ലീക്കേജ് വരാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ ആഡ് സം മോർ ഇൻസുലേഷൻ മെറ്റീരിയൽ ഓർ റീപ്ലേസ് ദ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ. അങ്ങനെയാണെങ്കിൽ ഒന്നുകിൽ ആ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ കുറച്ചുകൂടെ ചുറ്റി കൊടുക്കുക, അല്ലെങ്കിൽ അതിനെന്ത് ചെയ്യുക? റീപ്ലേസ് ചെയ്തിട്ട് വേറെ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ നമ്മൾ ഉപയോഗിക്കുക. മറ്റുള്ള ഫോൾട്ടുകൾ ഏതൊക്കെയാണ്? മറ്റുള്ള ഫോൾട്ടുകൾ വന്നു കഴിഞ്ഞാൽ ഇഫ് ദ ക്ലീറ്റ്സ് ആർ ബ്രോക്കൺ, ഇപ്പോൾ ക്ലീറ്റ്സ് ഒക്കെ ബ്രോക്കൺ ചെയ്ത് പോയതാണെങ്കിൽ നമ്മൾ റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. മൈക്ക ആസ്ബറ്റോസ് ഷീറ്റൊക്കെ ഡാമേജ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അതും റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഫിറ്റ് ചെയ്യുന്ന സമയത്തേക്ക് എടുക്കേണ്ട പ്രിക്വേഷൻസ് എന്തൊക്കെയാണ്? ദർ ഷുഡ് ബി നോ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ പ്രഷർ പ്ലേറ്റ് ആൻഡ് ദ സബ്പ്ലേറ്റ്, അതർവൈസ് ദ എലമെൻറ്റ് വിൽ ബി ഡാമേജ്ഡ് സൂൺ. അപ്പോൾ നമ്മൾ പ്രഷർ പ്ലേറ്റും സബ്പ്ലേറ്റും തമ്മിൽ എന്ത് ചെയ്യാൻ പാടില്ല? ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ല.
Place the asbestos sheet between the pressure plate and the upper side of the element. എലമെൻറ്റിൻ്റെ അപ്പർ സൈഡിനെയും അതുപോലെ പ്രഷർ പ്ലേറ്റിൻ്റെയും ഇടയ്ക്കായിട്ടാണ് ആസ്ബസ്റ്റോസ് ഷീറ്റ് വെക്കേണ്ടത്. ഫിറ്റിംഗ് ഓഫ് ദ കമ്പണൻസ് ഷുഡ് ബി മെയ്ഡ് ഫുള്ളി ടൈറ്റ്. എല്ലാ ഭാഗത്തെയും കമ്പണൻസിൻ്റെ ഫിറ്റിംഗ് ഒക്കെ പ്രോപ്പറായിട്ട് ടൈറ്റായിട്ട് ഫുള്ളി ടൈറ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കണം എല്ലാ ഫിറ്റിങ്ങും നമ്മൾ വെക്കേണ്ടത്. ദെൻ ടെസ്റ്റിംഗ് ആണ്. നമ്മൾ പ്രോപ്പറായിട്ട് അയൺ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ടെസ്റ്റിംഗ് ഡീറ്റെയിൽസ്. ടു ഫൈൻഡ് ഔട്ട് ദ ഫോൾട്ട് യൂസ് ദ ടെസ്റ്റ് ലാമ്പ്. ഫോൾട്ട് ഏതാണ് എന്ന് കണ്ടുപിടിക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്? ടെസ്റ്റ് ലാമ്പാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. കണക്ട് 2 ends ഓഫ് ദ ടെസ്റ്റിംഗ് ലീഡ്സ് ടു ദ ടെർമിനൽസ് ഓഫ് ദി അയൺ. ടെസ്റ്റിംഗ് ലീഡ്സ്, അതായത് ഒരു ബൾബിൻ്റെ ടെസ്റ്റിംഗ് ലാമ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യണതെങ്കിൽ ആ ടെസ്റ്റിങ്ങിൻ്റെ 2 ലീഡ് നമ്മൾ എന്ത് ചെയ്യുക? അയണിൻ്റെ ബോക്സിൻ്റെ 2 ടെർമിനലിലേക്കായിട്ട് കണക്ട് ചെയ്യുക. ഇഫ് ദ ലാമ്പ് ഗീവ്സ് ഡിം ലൈറ്റ്, ആ സമയത്തേക്ക് ലാമ്പ് ഡിം ലൈറ്റ് ആണ് തരുന്നത് എന്നുണ്ടെങ്കിൽ എലമെൻറ്റ് പ്രോപ്പറായിട്ടാണ് വർക്ക് ചെയ്യണത് എന്നർത്ഥം. അതിൻ്റെ ഹീറ്റിംഗ് എലമെൻറ്റ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇഫ് ദ ലാമ്പ് ഡസ് നോട്ട് ലൈറ്റ് അപ്പ്, ലാമ്പ് കത്തുന്ന അല്ലെങ്കിൽ ബ്രൈറ്റ് ആവുന്നേ ഇല്ല, അങ്ങനെയാണെങ്കിൽ എലമെൻറ്റിൽ എവിടെയോ എന്ത് വന്നിട്ടുണ്ട്? ഓപ്പൺ സർക്യൂട്ട്, അതായത് ഷോർട്ട് ബ്രേക്ക് വന്നിട്ടുണ്ട്. ഡിസ്കണക്ഷൻ ഓഫ് ദ സ്ട്രിപ്പ് ഫ്രം ദ ടെർമിനലിൽ നിന്ന് അതിൻ്റെ സ്ട്രിപ്പ് ഡിസ്കണക്റ്റ് ആയിട്ട് പോയിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇഫ് ദ ലാമ്പ് ഗീവ്സ് ഫുൾ ബ്രൈറ്റ്, ഫുൾ ലൈറ്റും ലാമ്പ് തരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് അതിൻ്റെ അർത്ഥം? ഭയങ്കരമായിട്ട് കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. സോ അവിടെ എന്തായിരിക്കും? ഷോർട്ട് സർക്യൂട്ട് നടക്കുന്നുണ്ട്. ഫോർ എർത്ത് ടെസ്റ്റിംഗ്, ഇനി എർത്ത് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? കണക്ട് 1 ലീഡ് ഓഫ് ദ 1 ടെർമിനൽ. ഒരു ടെർമിനലിൻ്റെ ഒരു ലീഡ് എടുത്തിട്ട് ഒരു ടെർമിനലിൻ്റെ കണക്ട് 1 ലീഡ് ടു 1 ടെർമിനൽ. ഒരു ലീഡ് നമ്മൾ അയൺ ബോക്സിൻ്റെ ഒരു ലീഡിനെ ഒരു ടെർമിനലായിട്ട് കണക്ട് ചെയ്യുക, മറ്റേ ലീഡിന് നമ്മൾ ബോഡി ഓഫ് ദി അയൺ ബോക്സിൻ്റെ ബോഡിയുമായിട്ട് കണക്ട് ചെയ്യുക. ഇഫ് ദ ലാമ്പ് ലൈറ്റ്സ് അപ്പ്, അങ്ങനെ നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്തേക്ക് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ 2 ലീഡിൽ ഒരു ലീഡ് നമ്മൾ ടെർമിനലിലേക്കും മറ്റേ ലീഡ് അയൺ ബോക്സിൻ്റെ ബോഡിയിലേക്കും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലാമ്പ് ലൈറ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? എർത്ത് ഫോൾട്ട് ഉണ്ടായിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ ഇത്രയും പറഞ്ഞത് നോൺ ഓട്ടോമാറ്റിക് ടൈപ്പ് ഇലക്ട്രിക് അയണിൻ്റെ കേസായിരുന്നു. ഇനി ഓട്ടോമാറ്റിക് ഇലക്ട്രിക് അയൺ വരുവാണെങ്കിൽ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആൻ ഓട്ടോമാറ്റിക് അയൺ ആൻഡ് എൻ ഓർഡിനറി അയൺ, നോൺ ഓട്ടോമാറ്റിക് ആയിട്ടുള്ളതാണ് ഓർഡിനറി അയൺ എന്ന് പറയുന്നത്. ഈസ് ദാറ്റ് ദ ഓട്ടോമാറ്റിക് ടൈപ്പ് ഹാസ് എ തെർമോസ്റ്റാറ്റിക് ഡിവൈസ് ടു റെഗുലേറ്റ് ദ ടെമ്പറേച്ചർ. ആകെയുള്ളൊരു വ്യത്യാസം രണ്ടും തമ്മിലുള്ളതെന്ന് പറയുന്നത് ഇവിടെ ഓട്ടോമാറ്റിക് ടൈപ്പിൽ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാനായിട്ട് തെർമോസ്റ്റാറ്റിക് ഡിവൈസും കൂടെ ഫിക്സ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. Automatic ions are fitted with a thermostatic switch to regulate the heat to a specific predetermined value. അപ്പം അതിൻ്റെ സ്വിച്ചിന്, അതായത് നമ്മുടെ ഹീറ്റിനെ ഒരു പ്രീഡിറ്റർമൈൻ ചെയ്ത് വെച്ച വാല്യൂയിലേക്ക് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തെർമോസ്റ്റാറ്റിക് സ്വിച്ച് നമ്മൾ യൂസ് ചെയ്യുന്നത്. Thermostatic switch disconnects the supply when the predetermined value is reached and reconnects the supply when the ion cools down. അതായത് പ്രീഡിറ്റർമൈൻഡ് വാല്യൂ എത്തിക്കഴിഞ്ഞാൽ, ഒരു ഫിക്സഡ് ടെമ്പറേച്ചറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തെർമോസ്റ്റാറ്റിക് സ്വിച്ച് നോർമലായിട്ടും ഡിസ്കണക്റ്റ് ആയിട്ട് പോകും. വീണ്ടും അത് തണുത്ത് പഴയ ചൂടിലേക്ക് ചൂട് കുറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അത് എന്ത് ചെയ്യും? റീകണക്ട് ചെയ്യും. A turning knob with a dial just below the handle marking as the rayon, cotton, silk, wool, etc. can be operated to select the preset temperature. നമുക്കറിയാം, നമ്മളൊക്കെ യൂസ് ചെയ്യുന്ന അയൺ ബോക്സിനകത്ത് നോക്കിയാലായിട്ട് കാണാം ഒരു ടേണിംഗ് നോബ് ഉണ്ടാവും. നമുക്കിങ്ങനെ തിരിക്കാനായിട്ട് ഒരു ചെറിയ നോബ് വെച്ചിട്ടുണ്ടാവും ഹാൻഡിലിൻ്റെ താഴെയായിട്ട്. അപ്പോൾ അവിടെ എന്ത് ചെയ്യും? റയോൺ ആണോ കോട്ടൺ ആണോ ഏത് ടൈപ്പ് ഫാബ്രിക്കാണ് നമുക്ക് അയൺ ചെയ്യേണ്ടതുണ്ട് എന്ന് അവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അതിൽ ഏതാണോ സെലക്ട് ചെയ്യണത് അതിനനുസരിച്ചിട്ടാണ് അവിടെ പ്രീഡിറ്റർമൈൻ ചെയ്ത് വെച്ച ടെമ്പറേച്ചറിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യണത്. നമ്മൾ കോട്ടൺ ആണ് സെലക്ട് ചെയ്യണതെങ്കിൽ കോട്ടൺ അയൺ ചെയ്യാനായിട്ട് എത്ര ടെമ്പറേച്ചർ ആണോ അതിനകത്ത് പ്രീഡിറ്റർമൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത് ആ ടെമ്പറേച്ചർ എത്തുന്നത് വരെ അത് വർക്ക് ചെയ്യും. അത് കഴിയുമ്പം തെർമോസ്റ്റാറ്റിക് സ്വിച്ച് ആ ടെമ്പറേച്ചർ എത്തിക്കഴിഞ്ഞാൽ നോർമലി ഡിസ്കണക്റ്റഡ് ആവും. വീണ്ടും നമ്മൾ അയൺ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ടെമ്പറേച്ചർ അതിനേക്കാളും കുറഞ്ഞു കഴിഞ്ഞാൽ തെർമോസ്റ്റാറ്റിക് സ്വിച്ച് വീണ്ടും റീകണക്ട് ചെയ്യും. There are 2 types of automatic electric iron. ഇലക്ട്രിക് അയണിൽ ഓട്ടോമാറ്റിക് ഇലക്ട്രിക് അയണിൽ തന്നെ 2 ടൈപ്പാണ് വരുന്നത്. ഡ്രൈ ഓട്ടോമാറ്റിക് ഉണ്ട്, അതുപോലെ സ്റ്റീം ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ സ്പ്രേ ടൈപ്പ് ഓട്ടോമാറ്റിക് അയണും ഉണ്ട്. ദ നെക്സ്റ്റ് വൺ നമ്മൾ യൂസ് ചെയ്യുന്ന തെർമോസ്റ്റാറ്റ് ആണ്. ഇതാണ് തെർമോസ്റ്റാറ്റ്. എ സ്വിച്ച് വിച്ച് ക്യാൻ ബി ഡിസൈൻഡ് ടു ക്ലോസ് ഓർ ഓപ്പൺ എ സർക്യൂട്ട് അറ്റ് പ്രീഡിറ്റർമൈൻ ടെമ്പറേച്ചർ. ഒരു പ്രീഡിറ്റർമൈൻ ചെയ്ത് വെച്ച ടെമ്പറേച്ചർ എത്തുന്ന സമയത്തേക്ക് ഒരു സർക്യൂട്ടിനെ ക്ലോസ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സ്വിച്ചാണ് ശരിക്കും തെർമോസ്റ്റാറ്റ് എന്ന് പറയുന്നത്. One of the simplest and most dependable components in the modern heating appliances. ഒരുവിധ മോഡേൺ ആയിട്ടുള്ള എല്ലാ ഹീറ്റിംഗ് അപ്ലയൻസസിനകത്തും ഉപയോഗിക്കുന്ന സിംപ്ലസ്റ്റ് ആൻഡ് മോസ്റ്റ് ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള കമ്പണൻ്റ് എന്ന് പറയുന്നത് ഒരു ബൈമെറ്റൽ തെർമോസ്റ്റാറ്റ് ആണ്. ബൈമെറ്റൽ എന്ന് പറയുമ്പോൾ 2 മെറ്റലാണ് അവിടെ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഇറ്റ് കൺട്രോൾസ് ടെമ്പറേച്ചർ ഇൻ സ്റ്റൗ, ടോസ്റ്റേഴ്സ്, ഫുഡ് വാമേഴ്സ്, അയൺസ് എക്സെട്ര. അപ്പോൾ എല്ലാത്തിലും യൂസ് ചെയ്യുന്ന പ്രോപ്പറായിട്ട് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന തെർമോസ്റ്റാറ്റുകളാണ് ബൈമെറ്റൽ തെർമോസ്റ്റാറ്റ്.
ഇറ്റ് സെർവ്സ് ആസ് എ സേഫ്റ്റി ഡിവൈസ് ടു പ്രിവെൻറ്റ് ദ ഓവർ ഹീറ്റിംഗ് ഓഫ് ദി അപ്ലയൻസസ്. അപ്പോൾ അത് പ്രോപ്പറായിട്ടും ഹീറ്റ് എത്തിക്കഴിയുന്ന സമയത്തേക്ക് അത് ഡിസ്കണക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അപ്ലയൻസസ് ഓവർ ഹീറ്റായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ദെൻ ബയോമെറ്റൽ തെർമോസ്റ്റാറ്റ്. എന്താണ് ബയോമെറ്റൽ തെർമോസ്റ്റാറ്റ്? ബയോമെറ്റൽ അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് വരുന്നത്? ബയോമെറ്റൽ സ്ട്രിപ്പ് മെയ്ഡ് ഓഫ് 2 strips ഓഫ് മെറ്റൽ വിത്ത് ഡിഫറെൻറ്റ് എക്സ്പാൻഷൻ റേറ്റ് വെൽഡഡ് ടുഗെദർ. അപ്പോൾ 2 മെറ്റൽ സ്ട്രിപ്പുകളാണ് അവിടെ യൂസ് ചെയ്യുന്നത്. 2 മെറ്റൽ സ്ട്രിപ്പുകൾ, അതിൽ ഓരോന്നിൻ്റെയും എക്സ്പാൻഷൻ റേറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. ടെമ്പറേച്ചറിനനുസരിച്ചിട്ടുള്ള അതിൻ്റെ എക്സ്പാൻഷൻ റേറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 ബയോമെറ്റൽ സ്ട്രിപ്പുകൾ ഒരുമിച്ച് വെൽഡ് ചെയ്ത് വെച്ചിട്ടാണ് ബയോമെറ്റൽ തെർമോസ്റ്റാറ്റുകൾ ബിൽഡ് ചെയ്തിട്ടുള്ളത്. The metal strip expands when heated and contracts when cooled. നമ്മൾ നോർമലി ഒരു മെറ്റലിൻ്റെ കേസ് നമ്മൾ പറയുന്നത് പോലെ തന്നെ ചൂടാക്കി കഴിയുമ്പോൾ അത് എന്ത് ചെയ്യും? എക്സ്പാൻഡ് ചെയ്യും. കൂളാവുമ്പോൾ നോർമലി അത് കോൺട്രാക്ട് ചെയ്യും. വൺ മെറ്റൽ ഇൻ ദ ബൈമെറ്റൽ സ്ട്രിപ്പ് ഹാസ് എ ഹൈ റേറ്റ് ഓഫ് എക്സ്പാൻഷൻ. നമ്മളിതിൽ യൂസ് ചെയ്യുന്ന 2 മെറ്റലാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് ഒരു മെറ്റലിന് ഹൈ റേറ്റ് ഓഫ് എക്സ്പാൻഷൻ ആയിരിക്കും, ഭയങ്കരമായിട്ട് അത് എക്സ്പാൻഡ് ചെയ്യും. മറ്റേതിന് കമ്പാരിറ്റീവ്ലി ലോ റേറ്റ് ഓഫ് എക്സ്പാൻഷനും ആയിരിക്കും വരുന്നത്. വെൻ എ ബയോമെറ്റൽ സ്ട്രിപ്പ് ഈസ് ഹീറ്റഡ്, ഒരു ബയോമെറ്റൽ സ്ട്രിപ്പിനെ നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബോത്ത് മെറ്റൽ ഇൻ ദ സ്ട്രിപ്പ് എക്സ്പാൻഡ്, 2 മെറ്റലും എന്ത് ചെയ്യും? എക്സ്പാൻഡ് ചെയ്യും. ഒരെണ്ണത്തിന് കുറച്ച് കൂടുതലായിരിക്കും, മറ്റേതിന് കുറച്ച് കുറവായിരിക്കും. അപ്പോൾ ഈ കേസിലാണെന്നുണ്ടെങ്കിൽ ഫിഗറിൽ തന്നതുപോലെ 2 സ്ട്രിപ്പ് ഉള്ളതിൽ മേലത്തെ സ്ട്രിപ്പ് കുറച്ച് അധികം എക്സ്പാൻഡ് ചെയ്യും, താഴത്തെ സ്ട്രിപ്പ് കമ്പാരിറ്റീവ്ലി കുറച്ചേ എക്സ്പാൻഡ് ചെയ്യുള്ളൂ. അപ്പം മേലത്തെ സ്ട്രിപ്പിൻ്റെ എക്സ്പാൻഷൻ കാരണം എന്ത് സംഭവിക്കും? അപ്പർ ഹാഫ് ടു കേൾ അപ്പ് ഓർ ബെൻഡ് എവേ ഫ്രം ദി കോണ്ടാക്ട് പോയിൻറ്റ്. അതിൻ്റെ അപ്പർ ഭാഗം മേലേക്ക് ബെൻഡ് ചെയ്യും. അങ്ങനെ ബാൻഡിലേക്ക് കേൾ ചെയ്യുന്നതോട് കൂടി അത് കോണ്ടാക്റ്റ് അവിടെ ബ്രേക്ക് ആയിപ്പോവും. അങ്ങനെയാണ് ബയോമെറ്റലിൻ്റെ കോണ്ടാക്റ്റ് ബ്രേക്ക് ആവുന്നത്. ദ സ്ട്രിപ്പ് കേൾസ് ഓർ ബെൻഡ് ഇനഫ് ടു ബ്രേക്ക് ദ കോണ്ടാക്റ്റ് ഓർ ഓപ്പണിംഗ് ദ സർക്യൂട്ട്. അപ്പോൾ അത് അത്രയും കേൾ ചെയ്യുമ്പം ആ കോണ്ടാക്റ്റ് ബ്രേക്ക് ആയിട്ട് നമ്മുടെ സർക്യൂട്ട് ഓപ്പൺ ആവും. ആസ് ദ സ്ട്രിപ്പ് കൂൾ, വീണ്ടും ഈ സ്ട്രിപ്പ് കൂളായി കഴിഞ്ഞാൽ ബയോമെറ്റാലിക് സ്ട്രിപ്പ് സ്ട്രെയിറ്റൻ ആവും. വീണ്ടും വന്ന് എന്ത് ചെയ്യും? കോണ്ടാക്റ്റ് റീസ്റ്റോർ ചെയ്യും, സ്റ്റേഷനറി പോയിന്റിൽ തന്നെ എത്തും. ദ നെക്സ്റ്റ് വൺ വരുന്നത് അഡ്ജസ്റ്റബിൾ തെർമോസ്റ്റാറ്റാണ്. അഡ്ജസ്റ്റബിൾ തെർമോസ്റ്റാറ്റിൻ്റെ ഫിഗറാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അതിൽ സ്ട്രിപ്പ് എയും ഉണ്ട്, സ്ട്രിപ്പ് ബിയും ഉണ്ട്. സ്ട്രിപ്പ് ബി അലോങ് വിത്ത് ദ സിൽവർ കോണ്ടാക്ട് ഈസ് ഡിസൈൻഡ് സച്ച് ദാറ്റ് ഇറ്റ് ഹാസ് upward tension, whereas the control shaft moves the strip B either upward or downward depending upon the temperature setting. ഇവിടെ സ്ട്രിപ്പ് ബി ഉണ്ട്, സിൽവർ കോണ്ടാക്റ്റോട് കൂടിയിട്ടുള്ള സ്ട്രിപ്പ് ബി എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്? അതിന് അപ്വേർഡ് ടെൻഷൻ വരുന്ന രീതിയിലാണ്, മേലേക്ക് അതിന് ടെൻഷൻ വരുന്ന രീതിയിലാണ് അതിന് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ അവിടെ കൺട്രോൾ ഷാഫ്റ്റ് മൂവ്സ് ദ സ്ട്രിപ്പ് ബി ഐദർ ഇൻ ദ അപ്വേർഡ് ഓർ ഡൗൺവേർഡ് ഡയറക്ഷൻ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ടെമ്പറേച്ചർ സെറ്റിംഗ്. ടെമ്പറേച്ചർ സെറ്റിങ്ങിനനുസരിച്ചിട്ടാണ് അവിടെ ഒരു കൺട്രോൾ ഷാഫ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ കൺട്രോൾ ഷാഫ്റ്റാണ് ഇതിനെ സ്ട്രിപ്പ് ബീനെ മേലേക്കാണോ താഴേക്കാണോ മൂവ് ചെയ്യേണ്ടത് എന്ന് ഡിസൈഡ് ചെയ്യണത്. ടെമ്പറേച്ചർ സെറ്റിങ്ങിനനുസരിച്ചിട്ടാണ് കൺട്രോൾ ഷാഫ്റ്റ് അതിൻ്റെ മൂവ്മെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യണത്. ആൻഡ് സ്ട്രിപ്പ് എ അലോങ് വിത്ത് സിൽവർ കോണ്ടാക്റ്റ്, സ്ട്രിപ്പ് എ ഉണ്ട്, സ്ട്രിപ്പർ എയും സിൽവർ കോണ്ടാക്റ്റും എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്? ഡൗൺവേർഡ് ടെൻഷനായി വേണ്ടിയിട്ടാണ് അത് സാധാരണ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ബട്ട് ഇറ്റ്സ് ഡൗൺവേർഡ് മൂവ്മെൻറ്റ് ഈസ് റെസ്ട്രിക്റ്റഡ് ബൈ ദി ഇൻസുലേറ്റഡ് ബ്ലോക്ക്. അവിടെ ഒരു ഇൻസുലേറ്റഡ് ബ്ലോക്ക് താഴെ ഇൻസുലേറ്റഡ് ബ്ലോക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഡൗൺവേർഡ് ടെൻഷനുള്ള രീതിയിലാണ് അതിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളതെങ്കിലും അവിടെ ഇൻസുലേറ്റഡ് ബ്ലോക്ക് എന്ത് ചെയ്യും? ആ ഡൗൺവേർഡ് മൂവ്മെൻറ്റിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഈ ഓഫ് പൊസിഷൻ ഓഫ് ദി ടെമ്പറേച്ചർ സെറ്റിംഗ് കൺട്രോൾ നോബ്, ടെമ്പറേച്ചർ സെറ്റിങ്ങിൻ്റെ കൺട്രോൾ നോബ് ഓഫായിട്ട് ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ സ്ട്രിപ്പ് എയും ബിയും എവേ ഫ്രം ഈച്ച് അതർ ആയിരിക്കും. രണ്ടുപേരും ഓപ്പൺ ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക, കോണ്ടാക്റ്റ് ഉണ്ടാവില്ല. കീപ്പിംഗ് ദ സിൽവർ കോണ്ടാക്ട്സ് ഇൻ എൻ ഓപ്പൺ കണ്ടീഷൻ, സിൽവർ കോണ്ടാക്ട്സ് ഓപ്പൺ കണ്ടീഷനിലായിരിക്കും. ദെർബൈ കീപ്പിംഗ് ദ ഹീറ്റിംഗ് എലമെൻറ്റ് സർക്യൂട്ട് ഓപ്പൺ. അപ്പോൾ ഹീറ്റിംഗ് എലമെൻറ്റ് സർക്യൂട്ട് ഓപ്പൺ ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. വെൻ ദ ടെമ്പറേച്ചർ സെറ്റിംഗ് കൺട്രോൾ നോബ് ഈസ് സെറ്റ് ടു മിനിമം പൊസിഷൻ. ടെമ്പറേച്ചർ സെറ്റിംഗ് കൺട്രോൾ നോബ് നമ്മൾ മിനിമം പൊസിഷനിൽ ഇടുകയാണെങ്കിൽ, അത് മിനിമം ഒരു ഹീറ്റിലേക്ക് ഇടുകയാണെങ്കിൽ കൺട്രോൾ ഷാഫ്റ്റ് മേലേക്ക് മൂവ് ചെയ്യും. സ്ട്രിപ്പ് ബിയിനെയും അതുപോലെ സിൽവർ കോണ്ടാക്റ്റിനെയും മേലേക്ക് മൂവ് ചെയ്യാനായിട്ട് സഹായിക്കും ടു സം ഡിസ്റ്റൻസ്. കൺട്രോൾ ഷാഫ്റ്റ് മൂവ് ചെയ്യുന്നതോട് കൂടിയിട്ട് സ്ട്രിപ്പ് ബിയും സിൽവർ കോണ്ടാക്റ്റും ചെറിയൊരു എമൗണ്ടിൽ മേലേക്ക് മൂവ് ചെയ്യും. ആൻഡ് മേക്ക് കോണ്ടാക്ട് വിത്ത് സിൽവർ കോണ്ടാക്ട് ഓഫ് ദ സ്ട്രിപ്പ് എ. സ്ട്രിപ്പ് എയുടെ സിൽവർ കോണ്ടാക്റ്റുമായിട്ട് കോണ്ടാക്റ്റ് മേക്ക് ചെയ്യും. ദസ് ദ ഹീറ്റിംഗ് എലമെൻറ്റ് സർക്യൂട്ട് ഇസ് ക്ലോസ്ഡ്. അങ്ങനെയാണ് ഹീറ്റിംഗ് എലമെൻറ്റ് സർക്യൂട്ട് ക്ലോസ് ആവുന്നത്. അയൺ എന്ത് ചെയ്യും? ഹീറ്റ് ചെയ്യും. ഇനി അയൺ ഹീറ്റ് ചെയ്തിട്ട് ബയോമെറ്റാലിക് സ്ട്രിപ്പ് ഹീറ്റായി പ്രോപ്പറായിട്ടുള്ള ഹീറ്റായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അത് വീണ്ടും ബെൻഡ് ചെയ്യാനായിട്ട് തുടങ്ങും. അത് ബെൻഡ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്തേക്ക് ഇൻസുലേറ്റഡ് ബ്ലോക്ക് പുഷസ് ദ സ്ട്രിപ്പ് എ. ഇൻസുലേറ്റഡ് ബ്ലോക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഇൻസുലേഷൻ ബ്ലോക്ക് എന്ത് ചെയ്യും? എയിനെ
സ്ട്രിപ്പ് എയിനെ പുഷ് ചെയ്യും ആൻഡ് ദെയർബൈ സെപ്പറേറ്റിംഗ് ദ സിൽവർ കോൺടാക്റ്റ്. അതിനെ പുഷ് ചെയ്യുന്നതോടുകൂടി ആ സിൽവർ കോൺടാക്റ്റ് അവിടെ എന്ത് ചെയ്യും, സെപ്പറേറ്റ് ചെയ്യും. ഹീറ്റിംഗ് എലമെൻറ്റ് സർക്യൂട്ട് വീണ്ടും ഓപ്പൺ ആവും. വെൻ ദ അയൺ കൂൾസ് ഡൗൺ, ഇനി അയൺ വീണ്ടും കൂളായി കഴിഞ്ഞാൽ ബൈമെറ്റാലിക് സ്ട്രിപ്പും കൂളാവും. കം ബാക്ക് ടു ദ സ്ട്രെയിറ്റ് പൊസിഷൻ. The downward movement of the insulated block allows the silver contact strip A to move in contact with the silver contact strip B. Insulated ബ്ലോക്കിൻ്റെ ഡൗൺവേർഡ് മൂവ്മെൻറ്റ് കാരണമാണ് ഈ കോണ്ടാക്ട് സ്ട്രിപ്പ് എയും അതുപോലെ സ്ട്രിപ്പ് ബിയും തമ്മിൽ ക്ലോസ് കോണ്ടാക്റ്റ് വരുന്നത്. ദെർബൈ ദ സർക്യൂട്ട് ഈസ് ക്ലോസ്ഡ് ആൻഡ് അയൺ ഹീറ്റ്സ്. അപ്പോൾ അയണിന് ഹീറ്റപ്പ് ചെയ്യാനും സർക്യൂട്ട് ക്ലോസ് ആവാനും വേണ്ടി സഹായിക്കുന്നത് ഏതാണ്, ഇൻസുലേറ്റഡ് ബ്ലോക്ക് താഴേക്ക് മൂവ് ചെയ്യുന്നത് കൊണ്ട് ഡൗൺവേർഡ് മൂവ്മെൻറ്റ് കാരണമാണ് സ്ട്രിപ്പ് എയും ബിയും കോണ്ടാക്റ്റ് വരുന്നത്. എ ലാമ്പ് ഫിറ്റഡ് നിയർ ഓർ ഇൻ ടു ദ ഹാൻഡിൽ ഓഫ് ദി അയൺ ഗോസ് ഓഫ് വെൻ ദ ഡിസൈഡ് ടെമ്പറേച്ചർ ഈസ് അറ്റൈൻഡ്. ഇപ്പോൾ നമ്മൾ നമ്മൾ യൂസ് ചെയ്യുന്ന അയൺ ബോക്സ് നമുക്കറിയാം, നമ്മൾ ഓർത്താൽ അറിയാം, നമ്മൾ യൂസ് ചെയ്യുന്ന അയൺ ബോക്സിലാണെങ്കിൽ ആ പ്രോപ്പറായിട്ടുള്ള ടെമ്പറേച്ചർ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിൻ്റെ ആ ഒരു ഇൻഡിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ലൈറ്റ് തന്നാലെ ഓഫായി പോകുന്നതായിട്ട് കാണാം. ഡ്രൈ അയൺ ടൈപ്പ് അതിനകത്ത് വരുന്ന ട്രബിൾ ഷൂട്ടിംഗ് ആണ് വരുന്നത്. ഫസ്റ്റ് വൺ, നോ ഹീറ്റ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഔട്ട്ലെറ്റിൽ പവർ ഉണ്ടായിരിക്കില്ല. ഔട്ട്ലെറ്റ് പവർ നമ്മൾ ചെക്ക് ചെയ്യുക. ഡിഫക്റ്റീവ് ആയിട്ടുള്ള കോഡ് അല്ലെങ്കിൽ പ്ലഗ് ആണെങ്കിൽ അത് റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. ലൂസ് ടെർമിനൽ കണക്ഷൻസ് ആണെങ്കിൽ ടെർമിനൽസ് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ ബ്രോക്കൺ ലീഡാണ്, അയണിൽ ബ്രോക്കൺ ലീഡ് ഉണ്ടെങ്കിൽ റീപ്ലേസ് ചെയ്യുക അല്ലെങ്കിൽ റിപ്പയർ ചെയ്യുക. കൺട്രോൾ നോബ് തെർമോസ്റ്റാറ്റ് ലൂസായിട്ടിരിക്കുകയാണെങ്കിൽ അതിനെ ക്ലീൻ ചെയ്യുക, ടൈറ്റൻ ചെയ്യുക. ഡിഫക്റ്റീവ് ആയിട്ടുള്ള തെർമോസ്റ്റാറ്റ് ആണെന്നുണ്ടെങ്കിൽ റീപ്ലേസ് ചെയ്യുക. ഹീറ്റർ എലമെൻറ്റ് ഡിഫക്റ്റീവ് ആണെങ്കിൽ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ റീപ്ലേസ് ചെയ്യുക. ഇഫ് കാസ്റ്റിൻ ആണെങ്കിൽ സോൾ പ്ലേറ്റ് അസംബ്ലി മൊത്തമായിട്ട് മാറ്റി കൊടുക്കേണ്ടതായിട്ട് വരും. ദെൻ തെർമൽ ഫ്യൂസ് ഓപ്പൺ ആയിട്ടാണെന്നുണ്ടെങ്കിൽ റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. ദെൻ ഇൻസഫിഷ്യൻ്റ് ആയിട്ടുള്ള ഹീറ്റ്, പ്രോപ്പറായിട്ടുള്ള ഹീറ്റ് കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈൻ വോൾട്ടേജ് കുറവാണെങ്കിൽ ഹീറ്റിംഗ് പ്രോപ്പറായിട്ട് നടക്കില്ല. വോൾട്ടേജ് ഔട്ട്ലെറ്റ് ചെക്ക് ചെയ്യുക. ഇൻകറക്റ്റ് ആയിട്ടുള്ള തെർമോസ്റ്റാറ്റിംഗ് സെറ്റിംഗ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് റീകാലിബ്രേറ്റ് ചെയ്യുക. ദെൻ ഡിഫക്റ്റീവ് ആയിട്ടുള്ള തെർമോസ്റ്റാറ്റ് ആണെങ്കിൽ റീപ്ലേസ് ചെയ്യുക. ലൂസ് കണക്ഷൻ ആണെങ്കിൽ ക്ലീൻ ആൻഡ് ടൈറ്റൻ ദ കണക്ഷൻസ്. എക്സസീവ് ഹീറ്റ് വരുന്നുണ്ട്, നമ്മൾ പ്രീഡിറ്റർമൈൻഡ് വാല്യൂവിനേക്കാളും കൂടുതലായിട്ട് ഹീറ്റ് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇൻകറക്റ്റ് തെർമോസ്റ്റാറ്റിംഗ് സെറ്റിംഗ് ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ റീകാലിബ്രേറ്റ് ചെയ്യുക. ഡിഫക്റ്റീവ് തെർമോസ്റ്റാറ്റ് ആണെങ്കിലും ഉണ്ടാവാറുണ്ട്, തെർമോസ്റ്റാറ്റിന് നമ്മൾ റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. ദെൻ ബ്ലിസ്റ്റേഴ്സ് ഓൺ ദി സോൾ പ്ലേറ്റിൻ്റെ മേലെ ബ്ലിസ്റ്റേഴ്സ് വരികയാണെന്നുണ്ടെങ്കിൽ, പുരിപുരാന്ന് പറഞ്ഞിട്ടൊരു സംഭവം വരികയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, എക്സസീവ് ഹീറ്റ് ആയിരിക്കും. ഫസ്റ്റ് റിപ്പയർ ദി തെർമോസ്റ്റാറ്റ് കൺട്രോൾ നമ്മൾ എന്ത് ചെയ്യുക, റിപ്പയർ ചെയ്യുക. ദെൻ റീപ്ലേസ് ഓർ റിപ്പയർ ദി സോൾ പ്ലേറ്റിന് നമ്മൾ റീപ്ലേസ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ റിപ്പയർ ചെയ്ത് കൊടുക്കുക, ഡിപ്പെൻഡിങ് അപ്പോൺ ഇറ്റ്സ് കണ്ടീഷൻസ്. ദെൻ വരുന്നത് ടിയർ ദ ക്ലോത്ത് ഇങ്ങനെ ടിയറായി പോകുന്നത്, അതിൻ്റെ സോൾ പ്ലേറ്റിനകത്ത് എന്തെങ്കിലും റഫ് സർഫസ് വരുന്ന സമയത്താണ്. അങ്ങനെ സോൾ പ്ലേറ്റ് സ്മൂത്ത് അല്ല എന്നുണ്ടെങ്കിൽ സ്ക്രാച്ചോ അതുപോലെ എന്തെങ്കിലും റഫായിട്ടുള്ള സ്പോട്ടൊക്കെ വരുന്ന സമയത്താണ് ക്ലോത്ത് കീറി പോകാനുള്ള ചാൻസ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ പോളിഷ് ചെയ്യുക, ഫൈൻ എമറി അല്ലെങ്കിൽ പോളിഷ് ഉപയോഗിച്ചുകൊണ്ട് അതിനെന്ത് ചെയ്യുക, ക്ലീൻ ചെയ്ത് കൊടുക്കുക, സ്പോട്ടൊക്കെ റിമൂവ് ചെയ്ത് കൊടുക്കുക. ദെൻ അയൺ ഡു നോട്ട് ടേൺ ഓഫ് ഓട്ടോമാറ്റിക്കലി അയൺ ടേൺ ഓഫ് ആവണില്ല എന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം, തെർമോസ്റ്റാറ്റ് സ്വിച്ച് കോണ്ടാക്റ്റ് ആർ വെൽഡഡ് ടുഗെദർ. തെർമോസ്റ്റാറ്റിൻ്റെ സ്വിച്ച് കോണ്ടാക്ട്സ് പ്രോപ്പറായിട്ട് വെൽഡായിട്ട് പോയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അത് കോണ്ടാക്റ്റ് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നുണ്ടാവില്ല. സോ അതുകൊണ്ട് എന്ത് ചെയ്യില്ല, അയൺ ഓട്ടോമാറ്റിക്കലി ടേൺ ഓഫ് ആവില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ തെർമോസ്റ്റാറ്റിൻ്റെ സ്വിച്ച് കോണ്ടാക്റ്റ് ചെക്ക് ചെയ്യുക. ഓപ്പൺ ദം ബൈ ഫോഴ്സ്, നമ്മൾ ബലം ഉപയോഗിച്ചിട്ട് അതിനെ ഓപ്പൺ ചെയ്യുക. ദ കോണ്ടാക്റ്റ് പോയിൻറ്റ്സ് ഷുഡ് ബി ഇൻ ഓപ്പൺ കണ്ടീഷൻ അറ്റ് ഓഫ് പൊസിഷൻ ഓഫ് ദ കൺട്രോൾ നബ് നമ്മൾ ഓഫ് ആയിട്ടിരിക്കുന്ന സമയത്തേക്ക് ആ കോണ്ടാക്ട്സ് എപ്പോഴും എങ്ങനെ ഇരിക്കണം, ഓപ്പൺ ആയിട്ടിരിക്കണം. ദെൻ സ്റ്റിക്ക് ടു ദ ക്ലോത്തിലേക്ക് സ്റ്റിക്ക് ചെയ്ത് പിടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, സോൾ പ്ലേറ്റ് ഡേർട്ടി ആയിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ദെൻ ക്ലോത്തിൽ എക്സസീവായിട്ട് സ്റ്റാർച്ച് വരികയാണെങ്കിലും അങ്ങനെ ഒട്ടിപ്പിടിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ലോവർ ടെമ്പറേച്ചറിൽ അയൺ ചെയ്യുക. അങ്ങനെയുള്ള കേസിൽ ലെസ് സ്റ്റാർച്ച് ഉപയോഗിക്കുക, എന്നിട്ട് അല്ലെങ്കിൽ ലോവർ ടെമ്പറേച്ചറിൽ അയൺ ചെയ്യുക. ദെൻ റോങ് സെറ്റിംഗ് ഓഫ് തെർമോസ്റ്റാറ്റിൻ്റെ നോബ് റോങ് സെറ്റിംഗ് ആണെങ്കിൽ ചൂട് കൂടി പോയിട്ട് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റ് ടെമ്പറേച്ചറിൽ സെറ്റ് ചെയ്യുക. ദെൻ അയൺ ടു ഹോട്ട് ഫോർ ഫാബ്രിക് ബീയിങ് അയൺഡ്, നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ഫാബ്രിക്കിന് അത്രയും ഹീറ്റ് വേണ്ടി വരുന്നുണ്ടാവില്ല. അപ്പോൾ തെർമോസ്റ്റാറ്റ് നമ്മൾ ഒന്നും കൂടി എന്ത് ചെയ്യുക, ലോവറായിട്ട് സെറ്റ് ചെയ്യുക. ദെൻ അയൺ ഗീവ്സ് ഷോക്ക് വരുന്നുണ്ടെങ്കിൽ എർത്ത് കണക്ഷനിൽ എന്തെങ്കിലും ഡിസ്കണക്ഷൻ വന്നിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ എർത്തൊക്കെ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക. ദെൻ വീക്ക് ഇൻസുലേഷൻ ഓഫ് ഹീറ്റിംഗ് എലമെൻറ്റിൽ എന്തെങ്കിലും ഈ ഇൻസുലേഷന് അത്രയും വീക്ക് ആണെന്നുണ്ടെങ്കിലും അങ്ങനെ അയണിൽ ഷോക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഓഫ് ദ ഹീറ്റിംഗ് എലമെൻറ്റ് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യമാണെന്നുണ്ടെങ്കിൽ അത് റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. ദെൻ എർത്ത് കണ്ടിന്യൂറ്റി വിത്ത് കോമൺ എർത്ത് നോട്ട് അവൈലബിൾ,
കോമൺ എർത്തുമായിട്ട് അവിടെ എർത്ത് കണ്ടിന്യൂറ്റി അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ മെയിൻ എർത്ത് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുക. അതുപോലെ കറക്റ്റായിട്ട് അതിൻ്റെ എർത്ത് കണക്ഷൻസ് എല്ലാം പ്രോപ്പർലി കണക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ ലാസ്റ്റ് വരുന്ന ടൈപ്പാണ് സ്റ്റീം ഓർ സ്പ്രേ അയൺ. ഇലക്ട്രിക്കലി ദർ ഈസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സ്റ്റീം അയൺ ആൻഡ് ഡ്രൈ അയൺ. ഡ്രൈ അയണും സ്റ്റീം അയണും തമ്മിൽ ഇലക്ട്രിക്കലി ഡിഫറൻസ് ഒന്നുമില്ല. സ്റ്റീം അയൺ ഹാസ് എ സ്മോൾ റിസർവോയർ മൗണ്ടഡ് എബവ് ദ ഹീറ്റിംഗ് എലമെൻറ്റ്. ഹീറ്റിംഗ് എലമെൻറ്റിൻ്റെ മേലെ ആയിട്ട് ചെറിയൊരു റിസർവോയർ കൂടി അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് ആകെയുള്ളൊരു ഡിഫറൻറ്റ്. കൺട്രോൾ വാൽവ് ഓൺ ദിസ് അലൗസ് ദ വാട്ടർ ടു ഡ്രിപ്പ് സ്ലോലി ഇൻ ടു ദ റിസസസ് ഇൻ ദ സോൾ പ്ലേറ്റ്. അപ്പോൾ സോൾ പ്ലേറ്റിൽ വരുന്ന ചെറിയ ഹോൾസിലൂടെ വെള്ളം പുറത്തേക്ക് ചെറിയ ഡ്രോപ്പായിട്ട് വരാനായിട്ട് സഹായിക്കുന്ന ഒരു കൺട്രോൾ വാൽവും കൂടെ അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കൺട്രോൾ വാൽവിൻ്റെ സഹായത്തോടെയാണ് സോൾ പ്ലേറ്റിനകത്തേക്ക് ഒരു ചെറിയ എമൗണ്ടിൽ വെള്ളം വരുന്നത്. ഈ ചെക്ക് വാൽവ് കീപ്സ് ദി വാട്ടർ ഫ്രം ഗോയിങ് ബാക്ക് അപ്പ് ഇൻ ടു ദ ടാങ്ക്. ഒരു ചെക്ക് വാൽവിൻ്റെ സഹായത്തോടു കൂടി ടാങ്കിലേക്ക് തിരിച്ച് വെള്ളം കയറാതിരിക്കാൻ വേണ്ടി സഹായിക്കും. വെൻ ദ വാട്ടർ ഹീറ്റ്സ് ദ ഹോട്ട് പൊസിഷൻ ഓഫ് ദ സോൾ പ്ലേറ്റ്. വെള്ളം സോൾ പ്ലേറ്റിൻ്റെ ഹോട്ട് പൊസിഷനിൽ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ എന്താ ഉണ്ടാകുന്നത്? അത് വെള്ളം സ്റ്റീമായിട്ട് മാറും. നമുക്കറിയാം ഹോട്ട് പ്ലേറ്റ്, അതിൻ്റെ ഹോട്ട് പൊസിഷൻ, നമ്മുടെ സോൾ പ്ലേറ്റ് എപ്പോഴും ഹീറ്റായിട്ടാണ് ഇരിക്കുന്നുണ്ടാവുക സപ്ലൈ കൊടുക്കുന്ന സമയത്തേക്ക്. അപ്പോൾ ഈ വെള്ളം റിസർവോയറിന്ന് ഹോട്ട് പ്ലേറ്റിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സോൾ പ്ലേറ്റിലേക്ക് ഹീറ്റ് ചെയ്തിട്ട് അവിടെ ഹോട്ട് പൊസിഷനിൽ തട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സ്റ്റീമായിട്ട് കൺവേർട്ട് ചെയ്യും. ആൻഡ് ഗോസ് ഔട്ട് ത്രൂ ഹോൾസ് ഇൻ ദ ബോട്ടം ഓഫ് ദി സോൾ പ്ലേറ്റ്. അപ്പം സോൾ പ്ലേറ്റിന് താഴെയുള്ള ചെറിയ ഹോൾസിലൂടെ സ്റ്റീമാണ് പിന്നെ പുറത്തേക്ക് വരുന്നത്. അതിൻ്റെ റിപ്പയറിങ്, മെത്തേഡ് ഓഫ് റിപ്പയറിങ് എങ്ങനെയാണ്? ഇൻ മോസ്റ്റ് ഓഫ് ദ സ്റ്റീം അയണിൽ ദി ഹീറ്റിംഗ് എലമെൻറ്റ് ഈസ് സീൽഡ് അലോങ് വിത്ത് സോൾ പ്ലേറ്റ്. സോൾ പ്ലേറ്റിൽ എന്ത് ചെയ്യും? അലോങ് ദ സോൾ പ്ലേറ്റ് ഹീറ്റിംഗ് എലമെൻറ്റ് സീൽ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. വെൻ ദി എലമെൻറ്റ് ഈസ് ഫൗണ്ട് ടു ബി ഓപ്പൺ ഓർ ഷോർട്ടഡ്. ഏതെങ്കിലും എലമെൻറ്റ് ഓപ്പൺ ആയിട്ടിരിക്കുക അല്ലെങ്കിൽ ഷോർട്ടായോ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സോൾ പ്ലേറ്റ് അലോങ് വിത്ത് സീൽഡ് ഹീറ്റിംഗ് എലമെൻറ്റ് ഹാസ് ടു ബി റീപ്ലേസ്ഡ്. മൊത്തം നമ്മുടെ ഹീറ്റിംഗ് എലമെൻറ്റ് സോൾ പ്ലേറ്റിനോട് സീൽ ചെയ്ത് വരുന്നത് ആയതുകൊണ്ട് തന്നെ മൊത്തമായിട്ട് അത് റീപ്ലേസ് ചെയ്യേണ്ടി വരും. ഹീറ്റിംഗ് എലമെൻറ്റ് മാത്രമല്ല, മൊത്തമായിട്ട് സോൾ പ്ലേറ്റ് അടക്കം അതിന് റീപ്ലേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പാർട്ട് ഫ്രം ദ ഡിഫക്റ്റീവ് പവർ കോഡ് സെറ്റ് ആൻഡ് തെർമോസ്റ്റാറ്റ് ആസ് ഫൗണ്ട് ഇൻ ദ അയൺസ്, ദ സ്റ്റീം അയൺ മേ ഡെവലപ്പ് പ്രോബ്ലംസ് ഇൻ ദ വാട്ടർ സ്റ്റീം കണ്ടെയ്നർ പാർട്സ് ഡ്യൂ ടു ദ ഫോളോയിങ് റീസൺസ്. മറ്റേതിൻ്റെ കേസിലാണ്, ഓർഡിനറി ടൈപ്പിലാണ് എന്നുണ്ടെങ്കിൽ പവർ കോഡ് സെറ്റിൽ അല്ലെങ്കിൽ തെർമോസ്റ്റാറ്റിലാണ് സാധാരണ കംപ്ലയിൻറ്റുകൾ വരാറുള്ളത്. ഈ കേസിലാണെങ്കിൽ സ്റ്റീം അയണിൻ്റെ കേസിൽ വാട്ടർ അല്ലെങ്കിൽ സ്റ്റീം കണ്ടെയ്നർ പാർട്സിൽ കൂടെ പ്രോബ്ലംസ് വരാറുണ്ട്. അപ്പോൾ അതിന് മെയിൻ കാരണങ്ങൾ എന്ന് പറയുമ്പോൾ the consumer might have used tap water instead of distilled water to fill the water tank in the steam iron. സ്റ്റീം അയണിൻ്റെ വാട്ടർ റിസർവോയർ ഫില്ല് ചെയ്യാനായിട്ട് ഡിസ്റ്റിൽഡ് വാട്ടറിന് പകരം കൺസ്യൂമർ എങ്ങാനും ടാപ്പ് വാട്ടർ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു പ്രോബ്ലമായിട്ട് വരാറുണ്ട്. ദിസ് മേ റിസൾട്ട്സ് ഇൻ ദ ഡെപ്പോസിറ്റ് ഓഫ് സോൾട്ട് ഇൻ ദ ടാങ്ക്. അപ്പോൾ ഡിസ്റ്റിൽഡ് വാട്ടർ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നോർമൽ ടാപ്പ് വാട്ടർ യൂസ് ചെയ്യുമ്പോൾ ടാപ്പ് വാട്ടറിലുള്ള സോൾട്ട് ടാങ്കിൻ്റെ അകത്ത് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ടാങ്കിൻ്റെ അകത്ത് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എൻട്രി അല്ലെങ്കിൽ എക്സിറ്റ് പോയിന്റ്, വെള്ളത്തിൻ്റെ എൻട്രിയും അതുപോലെ എക്സിറ്റ് പോയിന്റിനകത്തും ക്ലോഗിങ് വരാനുള്ള ചാൻസ് ഉണ്ട്. ദ കൺസ്യൂമർ മൈറ്റ് ഹാവ് ലെഫ്റ്റ് ദി അയൺ വിത്ത് വാട്ടർ ഫോർ സം പീരീഡ് ആൻഡ് റിസൾട്ടിങ് ഇൻ ദ സോൾട്ട് ആൻഡ് റെസ്റ്റ് ഫോർമേഷൻ. കുറച്ച് സമയത്തേക്ക് നമ്മൾ വെള്ളം അതിൻ്റെ അകത്ത് അങ്ങനെ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ തുരുമ്പിടിക്കാനും അതുപോലെ സോൾട്ട് കെട്ടിക്കിടക്കാനുമായിട്ടുള്ള ചാൻസ് ഉണ്ട്. സോൾട്ട് ഡെപ്പോസിറ്റ് ക്യാൻ ബി റിമൂവ്ഡ് ബൈ ഫില്ലിംഗ് ദ ടാങ്ക് വിത്ത് ഡൈല്യൂട്ടഡ് വിനീഗർ ആൻഡ് പ്ലഗിംഗ് ദ അയൺ ടു ദ പവർ സപ്ലൈ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ സോൾട്ട് ഡെപ്പോസിറ്റിനെ റിമൂവ് ചെയ്യുക? ടാങ്കിന് നമ്മൾ ഡൈല്യൂട്ടഡ് വിനീഗർ ഉപയോഗിച്ച് ഫില്ല് ചെയ്തിട്ട് പവർ സപ്ലൈയിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ സോൾട്ടിനെ റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. അത് ഒരുപാട് ഒറ്റ അറ്റംപ്റ്റ് കൊണ്ട് ചിലപ്പോൾ അതങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റിക്കൊള്ളണം എന്നില്ല. ആ ഡെപ്പോസിറ്റ് ക്ലിയർ ചെയ്യാനായിട്ട് ഒരു നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് ചിലപ്പം ആവശ്യമായിട്ട് വന്നിരിക്കാം.